വയനാട്ടിലേക്കാണ് പോകേണ്ടത്. ഇന്നലെ ഉണ്ടായ വേദനാജനകമായ സാഹചര്യം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ്. ആദിവാസി സ്ത്രീയുടെ മരണം നമ്മൾ കണ്ടതാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്നാണ്. അവിടെ അതേസമയം ആ നരഭോജി കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികൾ അത് സജീവമായി മുന്നോട്ട് പോവുകയാണ്. ജോഷില അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി രാവിലെ തന്നെ സജീവമായി തന്നെ വാർത്തകളുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ജോഷിലയാണ് വിവരങ്ങളുമായി എത്തേണ്ടത്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. ഏതായാലും വല്ലാത്തൊരു സാഹചര്യമാണ് ആ ഭാഗത്ത്, അല്ലേ? ആ തെരച്ചിൽ ഇന്ന് കൂടുതൽ ഊർജിതമാകാൻ പോകുന്നു. ആളെക്കൊല്ലി കടുവയെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്യാമറയും ഡ്രോണും ആ സംവിധാനങ്ങൾ കുങ്കിയാനെ എത്തിക്കുന്നു. എല്ലാ തരത്തിലും ആ പ്രദേശത്തിൻ്റെ ആശങ്ക അത് പൂർണ്ണമായും ഒഴിവാക്കാൻ വിധത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും കൂടുതൽ ഇന്ന് പ്രതീക്ഷിക്കാമോ? എന്താണ് അവസ്ഥ ജോഷില? തീർച്ചയായും ശരത്, ഞങ്ങളിവിടെ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച തന്നെ അതാണ്. അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വളരെ സജീവമാണ്. ആളുകളെല്ലാം തന്നെ ആശങ്കയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആശങ്കയ്ക്ക് അറുതി വരുത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം. എന്തായാലും കടുവയെ കണ്ട ഉടൻ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞു. അത് തന്നെ ഇന്നലെ വളരെ ആശ്വാസകരമായിരുന്നു. അതുപോലെ തന്നെ രാധയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഏകദേശം 11 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി സംസ്കാരം, സമുദായ ആചാരപ്രകാരമുള്ള സംസ്കാരം നടക്കും എന്നുള്ളതാണ് ആദ്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ആശങ്ക, ജനങ്ങളിലുണ്ടാക്കിയ ആശങ്ക എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് അവർ ഈ ഒരു സംഭവത്തെ കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സജീവമാണ്. എത്രയും പെട്ടെന്ന് കടുവയെ കണ്ടെത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ചെതലം റേഞ്ചിന്റെ കീഴിലുള്ള പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും അതുപോലെ തന്നെ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷനിലെയും ജീവനക്കാർ മുഴുവൻ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 30 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകൾ എന്ന് പറയുന്നത് സെൻസറിങ് ക്യാമറയാണ്. എവിടെ കടുവയുടെ സാന്നിധ്യമുണ്ടോ അത് ഉടനെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കടുവ ഇന്നലെ കൂട്ടിലേക്ക് വന്നിട്ടില്ല. ഇരയെ ഇട്ടുകൊണ്ട് കൂട് സ്ഥാപിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയിരുന്നു. ഇന്ന് 3 കൂടുകൾ കൂടി സ്ഥാപിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ സജീവമായ രീതിയിൽ തന്നെയാണ് കടുവയെ കണ്ടെത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബേസ് ക്യാമ്പിൽ സുൽത്താൻ ബത്തേരി RRT അംഗങ്ങളെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോണുകൾ എല്ലാം തന്നെ സജീവമാണ്. തെർമൽ ഡ്രോണുകൾ അടക്കം സജീവമായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ കടുവയ്ക്കായുള്ള തെരച്ചിലായിരുന്നു ഈ ജീവനക്കാർ എല്ലാം തന്നെ. അത് പ്രധാനപ്പെട്ടതാണ് ജോഷില. അതിലേക്കാണ് നമ്മൾ ഒന്നുകൂടി പോകേണ്ടത്. കാരണം ഇന്നലെ പകല് 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാധയുടെ മരണം സംഭവിക്കുന്നത് അപ്പോഴാണ്. അതിനുശേഷം അവിടെ നിന്ന് ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കാടിനോട് വളരെ വലിയൊരു കാടിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞത് ഈ കടുവ തിരിച്ച് ജനവാസ മേഖലയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആശങ്കയോടെ ഒരു രാത്രി കടന്നു പോകേണ്ട ഒരു അവസ്ഥ ആ നാടിനുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ കടുവയുടെ ആക്രമണം വീണ്ടും ആ ഭാഗത്തേക്കുണ്ടാകാതെ നോക്കുക ഈ രാത്രിയിൽ. അതിനനുസരിച്ച് തെരച്ചിൽ, ഉൾക്കാട്ടിലടക്കം തെരച്ചിൽ നടത്തുന്ന രീതിയായിരുന്നു ഇന്നലെ രാത്രി കണ്ടത്. കൂടുവെച്ചു. കൂടുതൽ കൂടുകൾ, നേരത്തെ ജോഷില എന്നോട് 3 കൂടുകൾ ഇന്ന് സ്ഥാപിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ആളെക്കൊല്ലി കടുവയെ കണ്ടാൽ വെടിവെക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടിയൊക്കെ നടപടികൾ ആ തെരച്ചിൽ ആ നിലയിൽ ഉണ്ടാകുമോ? ഇന്നലെ രാത്രിയുള്ള തെരച്ചിലിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാമോ? തീർച്ചയായും ശരത്, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിലാണ്. ഇവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. രാധയെ കടുവ പിടികൂടിയ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ പ്രിയദർശിനി എസ്റ്റേറ്റിലാണ്. ഇതിൻ്റെ ഒരു ബോർഡർ അതിർത്തി എന്ന് പറയുന്നത് ബ്രഹ്മഗിരി മലനിരകളാണ്. ബ്രഹ്മഗിരി മലനിരകളിൽ വന്യമൃഗ ശല്യം ഏറ്റവും കൂടുതലുള്ള മലനിരകളാണ്. കാട്ടാനയുടെ ശല്യവും അതുപോലെ തന്നെ കടുവ ശല്യമാണ് ഇപ്പോൾ ഏറി വരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഞങ്ങളോട് ഇവിടെ എത്തിയപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു അതിർത്തി എന്ന് പറയുന്നത് ആറളം ഫാമിൻ്റെ അതിർത്തിയാണ്. അതായത് കണ്ണൂർ ജില്ലയുടെ അതിർത്തിയായിട്ടാണ് വരിക. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അതും വളരെയധികം ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗ ശല്യമുള്ള അതുപോലെ തന്നെ കൊടും കാടുകളുള്ള പ്രദേശങ്ങളാണ് ഈ ആറളം ഫാം ആയാലും ബ്രഹ്മഗിരി മലനിരകളായാലും. അത് വലിയ രീതിയിലുള്ള കൊടും കാട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാടിൻ്റെ ബോർഡർ ആയിട്ടാണ് ഏകദേശം ഈ ഒരു പ്രിയദർശിനി എസ്റ്റേറ്റ് അടക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഏറെ ആശങ്കയുണ്ട്. നേരത്തെ കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായിരുന്ന സ്ഥലം കൂടിയാണ് ഇത്. എന്നാൽ ഇപ്പോൾ കടുവ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൈത്തിരിയിലും കടുവയെ ഇന്നലെ കണ്ടതായി നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. ഒന്നാമത് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഡിസംബർ അവസാനത്തോടു കൂടി കടുവ മേറ്റിംഗ് നടക്കുന്ന ഇണചേരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കടുവകൾ തമ്മിലുള്ള വലിയൊരു യുദ്ധം കോൺഫ്ലിക്റ്റ് നടക്കും. ആ കോൺഫ്ലിക്റ്റിൽ തോക്കുന്ന കടുവ പരാജയപ്പെടുന്ന കടുവ സാധാരണ രീതിയിൽ അവശനായിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ആ കോൺഫ്ലിക്റ്റിൽ ഉണ്ടാകുന്ന പരാജയത്തിൽ ഒരു കടുവ പുറത്താകും. ആ കടുവയാണ് സാധാരണ ജനവാസ മേഖലയിലേക്ക് വരാറുള്ളത്. എന്നാൽ ഈ കടുവ നരഭോജി കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമുണ്ട്. എന്നാൽ നരഭോജി കടുവ ആകണമെങ്കിൽ ഒന്നിലധികം ആളുകളെ കൊന്നാൽ മാത്രമേ നമുക്ക് നരഭോജി കടുവ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതൊരു നിയമപ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കടുവയെ കണ്ടയുടൻ വെടിവെക്കണം എന്നുള്ളത് ഉത്തരവ് തന്നെയാണ്. എന്നാൽ പോലും ഈ കടുവ തന്നെയാണോ രാധയെ കൊന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മറ്റേതെങ്കിലും കടുവയെ അങ്ങനെ വെടിവെച്ചിടാൻ സാധിക്കില്ല നമ്മുടെ നിയമത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് മാത്രമല്ല 4 ഘട്ടങ്ങളായി ഇത് കടന്നു പോകേണ്ടതുണ്ട്. ആദ്യം മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് വനപാലകർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കടുവയെ കൂട്ടിൽ കയറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഈ 3 ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞാൽ എന്തായാലും കടുവ ആക്രമണകാരിയാണ് എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാധയെ കൊന്നത് ഈ കടുവ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. എന്തായാലും ആളുകളുടെ ഒരു ആശങ്ക അത് മാറ്റുക എന്നുള്ളതാണ്. വന്യമൃഗ ശല്യം കൂടി വരുന്നു. ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരടക്കം ഇത് ഇവിടെ ജോഷില ഇത് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള വലിയ ആശങ്കയുണ്ട്. അത് പരിഹരിച്ച് അവർക്ക് സമാധാനപരമായി സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഏതായാലും അത്തരമൊരു ഘട്ടത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നു. ഇന്നലെ രാത്രിയും ശക്തമായ തെരച്ചിൽ തുടർന്നു. ഇന്ന് പകൽ ആ തെരച്ചിൽ കുറെ കൂടി ശക്തമാകും. അധികം വൈകാതെ ആ കടുവയെ പിടികൂടാനാകും എന്ന നല്ല ബോധ്യത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഇന്നലെ ഈ മരണം സംഭവിച്ച ഉടൻ തന്നെ സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി OR കേളു അവിടേക്ക് തന്നെ എത്തി. നമ്മളോടപ്പോൾ തന്നെ സംസാരിച്ചിരുന്നു, വിളിച്ചപ്പോൾ കിട്ടിയിരുന്നു. അദ്ദേഹം ഈ ഉൾക്കാട്ടിൽ നിന്നാണ് രാധയുടെ മൃതദേഹം കിട്ടിയത്. ഈ കടുവ അങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവിടെ നിന്നാണ് പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക്, ഇപ്പോൾ ജോഷില നിൽക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. അതൊക്കെ നമ്മൾ ഇന്നലെ പകല് തത്സമയം ഒക്കെ കണ്ടതാണ്. അവിടെ സ്വാഭാവികമായും വളരെ വൈകാരികമായി ഈ ആശങ്കയിൽ നിന്ന് ആളുകൾ ഒത്തുകൂടി വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാവുക, അതൊക്കെ സ്വാഭാവികമായി നമ്മുടെ കേരളത്തിൽ അതൊക്കെ ഉണ്ടാകും. അത് ഉണ്ടാകേണ്ടത് കൂടിയാണ്. കാരണം അതിനനുസരിച്ച് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു, ചെയ്യാവുന്നത് ആ ഉറപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് മലയാള മനോരമ പത്രവും നോക്കിയപ്പോൾ അതിൻ്റെ തലക്കെട്ടിൽ മന്ത്രിയെ ജനങ്ങൾ തടഞ്ഞു വെച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നലെ തത്സമയം നമ്മളെല്ലാം കൊടുത്തതാണ്. സ്റ്റേറ്റിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു, ജനങ്ങളോട് സംസാരിക്കുന്നു, ഉറപ്പുകൾ സർക്കാരിന് വേണ്ടി കൊടുക്കുന്നു. സ്വാഭാവികമായും അത് വേണ്ടതാണ്, അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനിടയിലും ആളുകൾ അവരുടേതായിട്ടുള്ള വൈകാരിക പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഇത്തരം ഒരു സംഭവത്തിൽ കുറേയേറെ നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ആ തീരുമാനിച്ച അടിയന്തര സഹായത്തിൻ്റെ ആദ്യ ഗഡു രാത്രി തന്നെ കൈമാറുകയും ചെയ്തു. എന്നിട്ടും മന്ത്രിയെ തടഞ്ഞുവെച്ചു എന്ന നിലയിലേക്കുള്ളൊരു വാർത്താ പ്രചാരണം, ആ ഒരു രീതി അതിൽ കാണാം. ഇന്നലെ ജനങ്ങൾ തടഞ്ഞുവെച്ചു എന്ന് പറയുന്ന മന്ത്രിയാണ് ആ രാത്രിയിൽ അല്ലെങ്കിൽ പിന്നീട് ആ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തത്. ഇതിനകത്ത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, സർക്കാർ ഇതിനകത്ത് ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ആ പ്രദേശവാസികൾക്ക് തികഞ്ഞ ബോധ്യത്തോടെ അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം സഹകരിച്ചൊക്കെയാണോ നാട്ടുകാരിപ്പോൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ജോഷിലയോട് ഇപ്പോൾ ഞാൻ സംസാരിച്ചത് ഇക്കാര്യങ്ങൾ. ജോഷില, പറഞ്ഞോളൂ. തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ OR കേളു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ജനകീയ നേതാവാണ്. അദ്ദേഹത്തോടല്ലാതെ ഇവർ ആരോടാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ വന്നപ്പോൾ അവർ കാണുകയും അവരുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയും ചെയ്തത്. വൈകാരികമായ ഒരു ഇടപെടൽ ആ സമയത്ത് ഉണ്ടായി എന്നുള്ളത് കൃത്യം തന്നെയാണ്. എന്നാൽ OR കേളു എന്ന് പറയുന്ന ആ മന്ത്രി അല്ലെങ്കിൽ ഇവരുടെ ഒരു ജനകീയ നേതാവ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ആ സമയത്ത് തന്നെ
വന നിയമങ്ങൾ മുന്നിലുണ്ട്. അത് കേന്ദ്ര വന നിയമമായാൽ പോലും അത് വലിയ പ്രശ്നമായി സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വന്യജീവി നിയമം വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഓരോ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. എന്നാൽ പോലും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും ഇത്തരത്തിൽ കടുവയെ കണ്ടയുടൻ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടിക്കുകയും ഒക്കെ ചെയ്ത ഒരു മന്ത്രിയാണ്. അത് മാത്രമല്ല, ഏകദേശം രാത്രിയോടുകൂടി തന്നെ 5 ലക്ഷം രൂപ ഒരു ആദ്യ ഗഡു എന്നുള്ള നിലയിൽ കുടുംബത്തിന് കൈമാറാനും അദ്ദേഹത്തിന് സാധിച്ചു. എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഓരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് വിന്യസിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, 30ഓളം ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ, അന്ന് രാത്രി തന്നെ കടുവ തിരിച്ച് ജനവാസ മേഖലയിൽ വരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. ഇന്നലെ മുഴുവൻ സമയവും ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാവലായിരുന്നു എന്നുള്ളതാണ്, കടുവയ്ക്കുള്ള തിരച്ചിലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ വനപാലകർ അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ അത്രയും സംതൃപ്തർ കൂടിയാണ്. അതായത് അവർക്ക് ജീവനിൽ ഭയമില്ലാതെ ഇന്നലെ രാത്രി തന്നെ കഴിയാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഇന്ന് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ UDF-ന്റെ ഹർത്താലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.